ഹായ്, രാവിലെ തന്നെ നമ്മൾ ആദ്യം ലഞ്ചിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുവാണ്. അച്ചൂസിന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ കോവയ്ക്കായും പയറും മുളപ്പിച്ചതൂടെ ചെറുപയറും മുളപ്പിച്ചതൂടെ തോരനാണ് വെക്കുന്നത്. ഇത് ഇങ്ങനെ തോരൻ വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. ചെറുപയറും മുളപ്പിച്ചിട്ട് വേണം വെക്കാൻ. എന്നിട്ട് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടെ അരച്ച് ചേർത്തു. ഞാൻ കുക്കറിലാണ് തോരൻ വെക്കുന്നത്. ഒറ്റ വിസിലടിച്ചാൽ മതി, തോരൻ റെഡിയാകും. അത് കഴിഞ്ഞ് കഞ്ഞി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. കുക്കറിലാണ് കഞ്ഞി വെക്കുന്നത്, അത് അവിടെ ഇരുന്ന് വെന്തോളും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ വെച്ചത്. ചായയൊന്നും കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് പാല് കാണത്തില്ല. ഇവിടെ സൊസൈറ്റിയിൽ എന്നും ഒന്നും പാല് കിട്ടത്തില്ല. അപ്പോൾ കിട്ടുന്ന ദിവസമൊക്കെ ചായ കുടിക്കും. ഇങ്ങനെ കലത്തിലാണ് ഞാൻ കഞ്ഞി വാർത്തിടുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്കുള്ള മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇന്നലത്തെ ശീലാവ് മീൻ ഇത്തിരി ബാക്കിയുണ്ട്, അത് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഡ്ഡലി റെഡിയാക്കുവാണ്. അപ്പം നമ്മൾ ഇഡ്ഡലിയുടെ ഒരു തട്ടേ ഉള്ളൂ കേട്ടോ. ഇഡ്ഡലി ഒരു മോഡേൺ ഇഡ്ഡലി തട്ടാണ്. നമ്മുടെ 2-3 തട്ടുണ്ടായിരുന്നു. ആ തട്ടിൻ്റെ എല്ലാം നടുക്കത്തെ ആ കൈ പിടിച്ചെടുക്കുന്ന സാധനം ഒടിഞ്ഞു പോയി. അതുകൊണ്ട് ഈ ഒറ്റ തട്ടയിലാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി താമസം എടുക്കും. പിന്നെ ഒഴിച്ചു കറിക്ക് മുതിരക്കറിയാണ്. മുതിരക്കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഞാൻ കടുക് ചേർക്കുകയാണ്. വലിയ ലൂസായിട്ടല്ല വെക്കുന്നത്, ഇത്തിരി തിക്ക് പരുവത്തിലാണ് വെക്കുന്നത്. എന്നാലാണ് അതിന് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മുതിരക്കറി. അങ്ങനെ എല്ലാം റെഡിയായി നമ്മൾ ലഞ്ച് എടുക്കുവാണ്. ഇത്തിരി ചോറ അവൻ കൊണ്ടുപോകുള്ളേ. ഒഴിച്ചുകറിയൊക്കെ വേറെ പാത്രത്തിൽ വെക്കുന്ന അവന് ഇഷ്ടമല്ല. എല്ലാം കൂടെ ഒറ്റ ബോക്സ് മതിയെന്നാണ് പറയുന്നത്. പിള്ളേർ വലുതായപ്പം എല്ലാം മാറുകയില്ല. പണ്ട് ഞാനിങ്ങനെ ചെറിയ പാത്രത്തിലൊക്കെ ഒഴിച്ചുകറി കൊടുത്തു വിടുമായിരുന്നു. ഇപ്പം അങ്ങനെ കൊണ്ടുപോകുകയില്ല. അപ്പോൾ തോരൻ മാത്രം ഇത്തിരി കൂടുതൽ വെക്കും. തോരൻ ഇഷ്ടമാണ്. ചോറ് ഇച്ചിരിയേ കഴിക്കുകയുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ശീലാവ് മീൻ വറുത്തതും. ഇത്രയാണ് ലഞ്ച് ബോക്സ്. അപ്പോൾ ഇഡ്ഡലിക്ക് ഇന്നലത്തെ സാമ്പാർ കൂട്ടിരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയേ ഉള്ളൂ. ബൈ ബൈ.